പക്ഷേ ഇതിപ്പോൾ നമ്മൾ പലരുടെയും സാഹചര്യങ്ങൾ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. പക്ഷേ ഇതിപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇത്രയും ചർച്ചയായതും ഇത്രയധികം ആളുകൾ ശ്രദ്ധിച്ചതും? ഒരു നടി വന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്ന് വേണമെങ്കിൽ ലളിതമായി നമ്മളതിനെ കരുതാം. പക്ഷെ അങ്ങനെയല്ല. എല്ലാവരും പലരും അവരുടെ വ്യക്തി അനുഭവങ്ങൾ അനുഭവങ്ങളോട് ചേർത്ത് വെച്ചാണ് ഇതിനെ അവതരിപ്പിക്കുന്നത് കണ്ടത്. എന്താ തോന്നുന്നു ഇതിനകത്ത്? ഹർഷാൻ, ഇപ്പം നമ്മുടെ സ്ഥിരം പ്രേക്ഷകരിൽ പലരും ഈ സിനിമാക്കാരുടെ പ്രേമപ്രശ്നങ്ങളാണോ നിങ്ങൾ ചർച്ച ചെയ്യുന്നതെന്ന് സ്വാഭാവികമായിട്ടും കരുതുകയും ചിലപ്പോൾ ഒരുപക്ഷെ യൂട്യൂബിൽ എഴുതുകയൊക്കെ ചെയ്യും. ഇനി കാണാം ആരോഗ്യരംഗം. അതാണ് ആ മട്ടിൽ ഇത് ഇത്ര വലിയ പ്രശ്നമാണോ, സിനിമാക്കാരുടെ പ്രേമപ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യണോ എന്നാണ്. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് കാണാനുള്ളൊരു ത്വര സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലെന്ന് വെച്ചാൽ അറിയാവുന്ന കാര്യമാണ്. എല്ലാവരും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളെല്ലാം പല ഘട്ടത്തിൽ ഇത് കടന്നു പോവുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്വയമോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒക്കെ ആയിട്ട് അറിയുകയോ പിന്നെ നാർസിസിസ്റ്റിക് അബ്യൂസർ ആയിരിക്കുകയോ അതിന് വിധേയമായിരിക്കുകയോ ഒരുപക്ഷെ രണ്ടും ചെയ്തിരിക്കുകയോ ഒക്കെ ചെയ്ത ആളുകൾ ജീവിക്കുന്നൊരു ലോകമാണല്ലോ നമ്മുടെ ലോകം. മനുഷ്യർ വളരെ സാമൂഹ്യ ജീവികളാണ്. നമ്മൾ പഴയ ഏറ്റവും ആദ്യത്തെ സാമൂഹ്യ പാഠപുസ്തകത്തിൽ പഠിക്കുന്ന കാര്യമാണ്. നമുക്കത് എല്ലാവർക്കും അറിയാം. മനുഷ്യർക്ക് പരസ്പരം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഒരാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. മനുഷ്യരെല്ലാവരും കൂടെ ഒന്നിച്ചാണ് ജീവിക്കുന്നത്. മനുഷ്യർക്ക് സുഹൃത്തുക്കളായിട്ടും പങ്കാളികളായിട്ടും ഒക്കെ മനുഷ്യർ തന്നെ ആവശ്യമുണ്ട്. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ ഉണ്ട് എന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ മനുഷ്യബന്ധങ്ങളുണ്ട്, അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യബന്ധങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള സംഘർഷങ്ങളുണ്ട്, അല്ലേ? നമ്മൾ ജീവിച്ച ഒരു ജീവിതം കംപ്ലീറ്റ് ആയിട്ടൊരു മനുഷ്യൻ പോകുമ്പോൾ അനേകായിരം പ്രശ്നങ്ങളിലൂടെയാണ് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഘർഷങ്ങൾ. അത് ചിലപ്പോൾ നമ്മൾ മീനും ചട്ടിയും എന്ന് പറയുന്ന ഹോട്ടലിലെ തല്ലായിട്ട് കാണും. ചിലപ്പോൾ അങ്ങനെ പല സംഘർഷങ്ങൾ, പലതരത്തിലുള്ള സംഘർഷങ്ങൾ ആണും തമ്മിലും, ആണും പെണ്ണും തമ്മിലും, പെണ്ണും തമ്മിലും, അങ്ങനെ ജെൻഡർ വ്യത്യാസമില്ലാതെ ഒരു തരത്തിലുള്ള വ്യത്യാസമില്ലാതെ സംഭവിക്കുന്നു. അതിലൊരു കാര്യമാണ് ഇപ്പോൾ അനുപമ പരമേശ്വരൻ്റെ ഈ അഭിമുഖത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്ന് നമ്മൾ കാണുന്നു. അത് നേരത്തെയും അറിയാമായിരുന്നു, പല ആളുകൾക്കും നേരത്തെയും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം, ഇത് നേരത്തെ നമ്മളൊക്കെ ചെറുതായിരുന്നപ്പോഴോ അല്ലെങ്കിൽ കഴിഞ്ഞ തലമുറയുടെയൊക്കെ കാലത്തോ ഇതിങ്ങനെയൊന്നും ആരെങ്കിലും വന്ന് പറയുകയോ ആളുകൾ അറിയാഞ്ഞിട്ടല്ല. ഇപ്പോൾ സിനിമാ താരങ്ങളിൽ തന്നെ എത്രയോ പേര് ആത്മഹത്യ ചെയ്യുകയും പിന്നെ അത് പങ്കാളി ആയിരുന്ന ആളുകളുടെ പീഡനം കൊണ്ടാണെന്ന് പിന്നീട് ചർച്ചയാവുകയൊക്കെ ചെയ്തപ്പം പല നടിമാരുണ്ടല്ലോ. ഇപ്പോൾ അത്തരമൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളതിനെ, എന്നാൽ ആളുകൾക്കുള്ളിലേക്ക് ആ ഓർമ്മകളെല്ലാം വരുന്നുണ്ടാകും. അപ്പോൾ പക്ഷേ മനുഷ്യരുടെ സംഘർഷങ്ങളുണ്ട്, അതിൽ പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ കാലത്തൊന്നും ഇത് പുറത്തേക്ക് പറയുകയോ ആളുകളൊന്നും പറയുകയോ ചെയ്തില്ല. ഇപ്പോൾ ഉള്ള വ്യത്യസ്തത ഇതാണ്. അതായത് ഒന്ന്, ആളുകൾ വന്ന് പറയുന്നു എന്ന് മാത്രമല്ല, അനുപമ പരമേശ്വരൻ അത് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടാണ്. കണ്ടില്ലേ, ഒരു സംശയത്തിനിടയില്ലാത്ത വിധം അവരുടെ സെൻറ്റൻസ് എല്ലാം വളരെ കറക്റ്റാണ്. ഞാനത് മുഴുവനായിട്ട് കേട്ടു. വളരെ കറക്റ്റാണ്, വളരെ കൃത്യമാണ്. അവർക്ക് അതിനെപ്പറ്റി നല്ല ധാരണയുണ്ട്. പക്ഷേ അവർ അത് വന്ന് പറയുന്നു, ഈ ഇൻ്റർവ്യൂവിന് മുമ്പിലിരുന്ന് ഇത് പറയുമ്പോൾ അവർ 2 വർഷം എൻ്റേത് എങ്ങനെയായിരുന്നു എന്ന് കൂടെ പറയുന്നുണ്ട്. അതായത് ഞാൻ എങ്ങനെയാണോ ഇപ്പോൾ സ്വാഭാവികമായിട്ട് സംസാരിക്കുന്ന ആളാണ് ഞാൻ, പക്ഷേ ആ കാലത്ത് ഞാൻ ഒട്ടും ഓക്കെ ആയിരുന്നില്ല, സ്വാഭാവികമായിരുന്നില്ല. എൻ്റെ കണ്ണിൻ്റെ ഞരമ്പൊന്ന് താഴേക്ക് വന്നു എന്ന മട്ടിൽ അവർ കണ്ണീർ ഗ്രന്ഥിക്കൊക്കെ പ്രശ്നമുണ്ടായി, കണ്ണ് വല്ലാതെ തടിച്ചു. പെട്ടെന്നൊരു ഏതോ ഒരു സിനിമയുടെ ഒരു പ്രൊമോഷൻ പരിപാടിക്കിടയിൽ ഇരിക്കുമ്പോൾ അവർ പൊട്ടിക്കരയുന്ന നിലയുണ്ടായി. പിന്നെ അവർ വളരെ നോർമലായിട്ടുള്ളൊരു ചൈൽഡ്ഹുഡ് കടന്ന ഒരു പ്രശ്നമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. വലിയ തോതിൽ ശാരീരികമായിട്ടും ഈ പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു. എന്നിങ്ങനെ ഫിസിക്കലായിട്ടും മാനസികമായിട്ടും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി 2 വർഷം എന്നവർ പറയുകയാണ്. അത് വന്ന് പറയുന്നത് പക്ഷേ അവരതിനെ മറികടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ നന്നായിട്ട്, വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങളെല്ലാം പറയുന്നത്. അവർക്ക് അതിനെപ്പറ്റി ഇപ്പോൾ എല്ലാം നല്ല ധാരണയുണ്ട്. അപ്പം ഞാനതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നൊന്ന് കണ്ടപ്പോൾ നമ്മളതൊന്ന് നോക്കുമ്പോൾ ഇവർ മാത്രമല്ല, നേരത്തെ മഡോണ സെബാസ്റ്റ്യനും ഇതേ ഇൻ്റർവ്യൂവിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവരും പറഞ്ഞ് ഇതേ നാർസിസിസ്റ്റിക് അബ്യൂസിന് വിധേയമായിട്ടുണ്ട് എന്നോ മറ്റോ പറഞ്ഞു. അപ്പോൾ മഡോണ സെബാസ്റ്റ്യൻ്റെ പറഞ്ഞ കാര്യങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് ഇവിടെ അനുപമ പരമേശ്വരൻ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പിന്നീട് ഞാൻ കണ്ടത് സോഷ്യൽ മീഡിയയിൽ പല ആളുകളും പല കാര്യങ്ങളും വളരെ സീരിയസ് ആയിട്ട് എഴുതുന്നതാണ്. സ്ത്രീകളും പുരുഷന്മാരൊക്കെ എഴുതുന്നുണ്ട്. ശാരദക്കുട്ടി ടീച്ചർ എഴുതിയത് പിന്നെ വെറും സ്വാഭാവികമെന്ന മട്ടിലോ പെണ്ണിൻ്റെ അഹങ്കാരം എന്ന മട്ടിലോ നോർമൽ എന്ന മട്ടിലോ തള്ളി നീക്കിക്കളഞ്ഞിരുന്നതെല്ലാം കൂടി വന്നു, ഇപ്പോൾ ഓർമ്മയിലേക്ക് വന്നു എന്നാണ് അവർ പറയുന്നത്. ഓരോ ഫാമിലിയും ഒരുമിച്ചിരുന്ന് കേൾക്കേണ്ട ഒരു അഭിമുഖമാണത്. നമ്മുടെ പെൺകുട്ടികളുടെ ജഡ്ജ്മെൻറ്റിലല്ല, എന്തൊരു വേദനയാണ്. അപ്പോൾ കാലം പെൺകുട്ടികൾക്ക് നൽകിയ തിരിച്ചറിവുകളാണ് അനുപമ പറഞ്ഞതിനും ഇതിന് കാരണമായെന്ന് അവർ പറയുന്നുണ്ട്. കാലം പെൺകുട്ടികൾക്ക് നൽകിയ തിരിച്ചറിവാണ്. കിട്ടിയതൊക്കെ മഹാഭാഗ്യമെന്ന് കരുതി അനുഗ്രഹീതമായ ഒരു അജ്ഞതയിൽ കഴിഞ്ഞുകൂടിയ സ്ത്രീകൾ വൈകിപ്പോയെങ്കിലും അനുഭവം കേൾക്കണം എന്നവർ പറയുന്നതിലാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നി. അതായത് മുൻകാലങ്ങളിൽ ഇത് പറയാൻ പറ്റില്ലായിരുന്നു, ആളുകൾക്ക് മനസ്സിലാവുകയില്ലായിരുന്നു, ആളുകൾ പ്രശ്നത്തിലായിരുന്നു, പക്ഷേ ആളുകൾക്കത് പറയാൻ പറ്റില്ലായിരുന്നു. ഇപ്പോഴത്തെ പെൺകുട്ടികൾ അത് തുറന്നു പറയുന്നു, അവർക്കിതിനെക്കുറിച്ച് അറിയാം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ഏത് നിലക്കാണ് എന്നറിയാം.
അതിനെ ശാസ്ത്രീയമായിട്ട് തന്നെ അറിയാം. ഇത് ഇങ്ങനെ ഒരു കുഴപ്പത്തിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. 2 വർഷം കഴിഞ്ഞാലും പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകുന്ന നിലയുണ്ട്. അല്ലാതെ അതിൻ്റെ കൂടെ അങ്ങനെ ജീവിച്ചു പോവുകയോ അതിൻ്റെ സംഘർഷത്തിൽപ്പെട്ട് ചെന്ന് അപകടത്തിലേക്ക് ചെന്ന് കലാശിക്കുകയോ ചെയ്യല്ല. അത് തിരിച്ചറിയാനറിയാം, അതിങ്ങനെ വന്ന് പറയുകയും ചെയ്യാം. അപ്പോൾ അവിടെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഇത് സിനിമാക്കാരുടെ പ്രേമ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയാണോ സമൂഹം എന്ന ആളുകളുടെ പുച്ഛസ്വരത്തിലുള്ള ഈ ജഡ്ജ്മെൻറ്റിനെ തള്ളിക്കളയുന്നത്. കാരണം ഇത് സിനിമാക്കാരുടെ പ്രശ്നമായതുകൊണ്ട്, അനുപമ പരമേശ്വരൻ എന്ന് പറയുന്നതുകൊണ്ട് ഇത് സമൂഹത്തിലേക്ക് ഇങ്ങനെ ഇതൊരു പാൻ ഇന്ത്യൻ വിഷയമാണ് ഇന്ന്. ഞാൻ പറയുന്നത് അനുപമ പരമേശ്വരൻ മലയാളത്തിൽ ഒരു മലയാളി കൂടെ കൈകാര്യം ചെയ്യുന്ന ഇൻ്റർവ്യൂവർക്ക് കൊടുത്ത ധന്യവർമ്മക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിലാണല്ലോ സംസാരിക്കുന്നത്. പക്ഷേ ഒരു പാൻ ഇന്ത്യൻ വിഷയമാണ്. ഇവരൊരു ആ മട്ടിൽ അറിയപ്പെടുന്നൊരു നടിയായതുകൊണ്ട് എല്ലായിടത്തും സംസാരിക്കപ്പെടുകയാണ്. എല്ലാ മാധ്യമങ്ങളിലും ഇതുണ്ട്, സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതെന്താ സംഭവിക്കുക? അപ്പോൾ ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നും ഇത് അതിജീവിച്ച് കടന്നു പോകാവുന്ന സംഭവമാണ് എന്നും ആ പെൺകുട്ടികൾക്ക് മനസ്സിലാവും. എല്ലാവർക്കും എല്ലായിടത്തും അവർ പെട്ടിരിക്കുന്ന അവസ്ഥയെ മറികടന്നു പോകാൻ പറ്റും എന്ന് മാത്രമാണോ? അതുകൊണ്ട് തീരില്ലല്ലോ. ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രണയിനിയെ, എൻ്റെ പങ്കാളിയെ ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അബ്യൂസീവായിട്ടാണ് എന്ന് തിരിച്ചറിയാൻ ആൺകുട്ടികൾക്കും പുരുഷന്മാർക്കും ഈ വെളിച്ചം നൽകുന്ന ചില വർത്തമാനങ്ങളും കാര്യങ്ങളും അതിനകത്തുണ്ട്. ഇവർ പറയുമ്പോൾ ഞാൻ ഇങ്ങനെയാണോ എൻ്റെ പങ്കാളിയെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന തോന്നൽ സ്വാഭാവികമായിട്ടും ആൺകുട്ടികൾക്കിടെ അകത്തേക്ക് വരും. അപ്പം ഇത് മനുഷ്യരെന്തും നമുക്കൊരു പ്രശ്നമുണ്ട് എന്ന് കാണുമ്പോഴാണ് ആ പ്രശ്നത്തെ അതിജീവിക്കാനായിട്ടുള്ള കാര്യം കിട്ടുക. എല്ലാപ്പോഴും പറയുമല്ലോ, അതായത് പിന്നെ ലോകത്ത് നമുക്കറിയില്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് മനുഷ്യൻ മനസ്സിലാക്കുമ്പോഴാണ് മനുഷ്യന് അതിജീവിച്ച് മുന്നോട്ട് അറിവുണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക. അല്ലാണ്ട് എനിക്കെല്ലാം അറിയാതിരുന്നിടത്ത് കാര്യം മനുഷ്യൻ്റെ കഥ കഴിയും. അപ്പോൾ ഈ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരിക, അതെടുത്തു വെക്കുന്നു എന്നുള്ളത്, അതൊരു പ്രത്യേകിച്ച് ഒരു ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ഒരാൾ പറയുമ്പോൾ സമൂഹത്തിൽ ആകെപ്പാടെ പരക്കുകയാണ്. RDX ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യരും ചർച്ച ചെയ്യാണ്. അപ്പോൾ അത് കണ്ടിട്ട് എല്ലാ മനുഷ്യരും ചർച്ച ചെയ്യുന്നല്ലോ എന്ന് കണ്ട് RDX ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഇതിങ്ങനെയാണ്. അപ്പോൾ സമൂഹത്തിനകത്തേക്ക് ഈ വിവരം പരക്കുകയാണ്. അപ്പോൾ അബ്യൂസ് ചെയ്യുന്ന ആളുകൾ എൻ്റേത് തെറ്റായ സമീപനമാണെന്ന് കണക്കാക്കി പിന്മാറുകയും അബ്യൂസിന് വിധേയമാകുന്ന ആളുകൾ എനിക്കിതിനെ മറികടന്ന് പോകാൻ പറ്റും എന്ന ഒരു തോന്നലുണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ടും സമൂഹ മധ്യത്തിലേക്ക് ഈ സംവാദങ്ങളിലൂടെയും ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നതിലൂടെയും ഉണ്ടാകാവുന്ന തുറസും ജനാധിപത്യ ഇതും കുറേ കൂടെ മെച്ചപ്പെട്ട ജീവിതം മനുഷ്യർക്ക് കിട്ടുന്നതും ഒക്കെ ആയിട്ട് സംഭവിക്കണം. അപ്പോൾ ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള വിഷയമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മുടെ വിക്രമിൻ്റെ മകൻ ധ്രുവ് വിക്രമിനെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്നുണ്ട്. അവരുമായിട്ടായിരുന്നു അത്രേ അനുപമ പരമേശ്വരൻ റിലേഷൻഷിപ്പിലായിരുന്നത്. അപ്പോൾ അവരെക്കുറിച്ചാണ് ഈ പറയുന്നത്. പിന്നെ ഈ അന്യൻ സിനിമയിലെ 2 ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അമ്പിയും റമോ, അപ്പോൾ അവരെ ചേർത്തിട്ടാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിലുള്ള ചർച്ചകളാണ്. അപ്പം ഇന്നിപ്പോൾ എന്തോ അദ്ദേഹം ധ്രുവ് വിക്രം എന്തോ ഒരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിലിട്ടപ്പോൾ അത് ഇതോടുള്ള റെസ്പോൺസാണ് എന്ന മറ്റുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിപ്പം ഇവരാരെങ്കിലും പേരൊന്നും പറയാത്തടത്തോളം നമുക്കറിയില്ല അതിൻ്റെ കാര്യങ്ങൾ. പക്ഷേ ആളുകളെല്ലാം ഈ സൈബർ മീഡിയയിൽ പ്രത്യേകിച്ചും ആളുകൾ ചർച്ച ചെയ്യുന്നു. പക്ഷേ 2 പേരും ഇത് മറികടന്ന് പോകുമായിരിക്കും. ഇത് ആളുകൾ നമ്മൾ കാലം ഇങ്ങനെ കടന്നു പോകും. അനുപമ പരമേശ്വരൻ വലിയ സിനിമകളിൽ അഭിനയിക്കും, ധ്രുവ് വിക്രവും സിനിമകളിൽ അഭിനയിക്കും, ജീവിതം കുറേയേറെ മുന്നോട്ട് പോകും. പക്ഷേ ഇവർ അവരുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന ഈ പ്രശ്നം അതിനെ മറികടന്നുകൊണ്ട് അനുപമ പരമേശ്വരൻ വന്ന് ഈ അഭിമുഖത്തിൽ പറഞ്ഞത് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നടക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകണം, അല്ലേ? ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് നാട്ടിൽ. അപ്പോൾ ആ ഗുണപരമായ വശം അതിനകത്തുണ്ട് എന്ന് കണ്ടുകൊണ്ട് ഇത്തരം സംഗതികളിൽ എല്ലാ മനുഷ്യരിലും ഉണ്ടാകണം. നമ്മുടെ ഉള്ളിൽ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള സംഗതികൾ ഉണ്ടെങ്കിൽ അത് മറികടന്ന് പോകാൻ സമൂഹത്തിന് പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ വിഷയത്തെ അങ്ങനെ വിടുകയാണ് നമ്മൾ വേണ്ടത്, അല്ലേ?